പാർട്ടി പറഞ്ഞിട്ടല്ല പോയത്, വ്യക്തിപരമായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിന് ആ രീതിയിൽ കണ്ടാൽ മതി. അതല്ലാതെ ഏതെങ്കിലും ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പോയതല്ല എന്ന് മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ച ഒരു വിവാദമാക്കാൻ. മാത്രമല്ല 5-ാം തീയതി വരെ സമയമുണ്ടല്ലോ വിഡ്രോവൽ ടൈം. അൻവറിന് അദ്ദേഹത്തിന്റെ നിലപാട് പുനഃപരിശോധിക്കാൻ ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യം വ്യക്തിപരമായി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ അദ്ദേഹത്തിനെ സന്ദർശിച്ചത്. അതിനൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അല്ല, അതിലിപ്പോ അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിച്ചതുകൊണ്ടാണോ സ്വരാജ് CPM സ്ഥാനാർത്ഥിയാക്കിയത്? അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ് സ്വരാജിനെ പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ നാളെ പിൻവലിക്കുമോ? ഇല്ലല്ലോ. ഇതൊക്കെ നേരത്തെ തീരുമാനിച്ചാണ് സ്വരാജിനെ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതുകൊണ്ട് സ്വരാജ് വന്നു എന്ന് പറയാൻ അത്രയ്ക്ക് മണ്ടന്മാരൊന്നും അല്ലല്ലോ CPMന്റെ നേതാക്കന്മാര്. അത് നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അല്ല, രാഹുല് അങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ടാണോ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത്? അല്ലല്ലോ. രാഹുല് പറഞ്ഞതും സ്ഥാനാർത്ഥിയാക്കിയതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് CPM നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഒരു സെക്രട്ടേറിയറ്റ് അംഗത്തിനെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം. കാരണം ഒരുപാട് സ്വതന്ത്രമാരെ അന്വേഷിച്ച് ആരും കിട്ടിയില്ല. പ്രഖ്യാപിക്കുന്നതിന് അന്ന് കാലത്ത് വരെ ചിലർ നോക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും കിട്ടാതെ വന്നപ്പോൾ സ്വരാജിനെ നിർത്തിയത്രയുള്ളൂ. പിന്നെന്താ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നുമല്ല. ഞാൻ പറയാം, അൻവർ പിണറായിസത്തിനെതിരെ പോരാടുന്ന ഒരാളാണ്. ആ നിലയ്ക്ക് UDFനോടൊപ്പം നിൽക്കണം എന്ന് വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി അദ്ദേഹത്തിനോട് പറഞ്ഞു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അതായത് ആശയങ്ങൾ രണ്ടു കൂട്ടരും ഒന്നാണല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ പരസ്പരം മത്സരിക്കരുത് എന്നുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിച്ചത്. അതിലൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. എങ്ങനെ? അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു കാണും, ചിലപ്പോ മത്സരിക്കരുത്, നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞു കാണും. അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ്. ഒരു സുഹൃത്തിനെ കണ്ടു എന്നുള്ള നിലയ്ക്ക് മാത്രം അതിനെ കണ്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, സ്വരാജ് ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ അത്ര വലിയ സ്വരാജ് വന്നപ്പോൾ എല്ലാവരും ഭയപ്പെട്ടിട്ടൊന്നുമില്ല. അദ്ദേഹം ജയിച്ചിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട്. അത് രാഷ്ട്രീയത്തിൽ പതിവാണ്. സിറ്റിംഗ് സീറ്റിൽ LDFന് ഏറ്റവും അനുകൂല ട്രെൻഡ് ഉണ്ടായിരുന്നപ്പോൾ അയാളാണ്. അങ്ങനെ ഒരാൾ നിലമ്പൂര് വന്നാൽ ഞങ്ങൾക്ക് എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? അല്ല, അതൊക്കെ പറഞ്ഞ് തിരുത്തിയാൽ മതിയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ആ തിരുത്തണോ വേണ്ട അദ്ദേഹം തീരുമാനിക്കുക, അനുവർ തീരുമാനിക്കുക. UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ മറക്കേണ്ട ചിലരൊക്കെ മറക്കുമല്ലോ. അതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവുള്ള, ഇത് രാഷ്ട്രീയമല്ലേ. ഇത് ഇന്നലെയും ഒന്നും പെട്ടെന്ന് ഉണ്ടായിരുന്നില്ല. ഇത് കാലാകാലങ്ങളായ രാഷ്ട്രീയത്തിലുള്ളതാണ് ഇതൊക്കെ. അതിന് ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി. ആ ആ ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസിന്റെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഇന്ന് ഉച്ചയ്ക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് നാളെ നോമിനേഷൻ കൊടുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ധാരണ ഉണ്ടെന്ന് തന്നെയാണ് അതിന്റെ തെളിവ്. അല്ലെങ്കിൽ ഏതൊക്കെ ലീഡേഴ്സ് നിലമ്പൂരിൽ തന്നെ BJPക്ക് ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഇപ്പോൾ TV അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു, ബാലകൃഷ്ണ പിള്ളയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്, ജോസഫിന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ പോവുകയാണ്, നാളെ നോമിനേഷൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഇത് ഡീൽ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സീനിയർ ആൾക്കാരോട് നിർത്തിയാൽ പോരെ. അതിന് പകരം പാർട്ടി മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുത്തു നിർത്തുക എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുക. ഇത് ആ ഡീലിന്റെ ഭാഗം തന്നെയാണ്.
മതിയല്ലോ അല്ലേ? ശരി. ആറ് നാളുടെ ആണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ 8, 9 ഒക്കെ ആക്കി.